ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കേക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ടോഫി കേക്കാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 2 കിലോ വെയിറ്റുള്ള ഒരു കേക്കാണ്. ഇതിൻ്റെ 1 കിലോ വേണമെങ്കിൽ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ ഹാഫ് എടുത്താൽ മതി. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയത് എൻ്റെ ഇളയ മോൻ്റെ ബർത്ത്ഡേ കേക്കായിട്ടാണ്. നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു ഇത്. കഴിച്ചവർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കേക്കൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ടോഫി കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ടോഫി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡിന് പകരം അമുൽ മിഠായി മേറ്റോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കായാലും മതി. ഇനി ഈ മിൽക്ക് മെയ്ഡ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു കുക്കറിൽ വെച്ച ശേഷം അതിന് മുകളിലായിട്ട് വെള്ളം ഒഴിക്കാം. മിൽക്ക് മെയ്ഡിൻ്റെ മുകൾ ഭാഗം വരെ വെള്ളം നിൽക്കണം. ഇതുപോലെ വെള്ളം ഒഴിച്ച ശേഷം കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ആദ്യത്തെ വിസിൽ കേട്ട ശേഷം 10 മിനിറ്റും കൂടെ വേവിച്ചെടുക്കണം. അതിനുശേഷം കുക്കർ നന്നായിട്ട് തണുത്ത ശേഷം തുറന്ന് എടുക്കാം. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം ഇതുപോലെ ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് മിൽക്ക് മെയ്ഡ് നന്നായിട്ട് തണുത്ത് കിട്ടും. ഞാനിപ്പോൾ രാത്രിയിലാണ് മിൽക്ക് മെയ്ഡ് വേവിച്ച് വെച്ചത്, പിറ്റേ ദിവസം കേക്ക് ഉണ്ടാക്കാനായിട്ട്. കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഞാനെടുത്ത് തുറന്ന് നോക്കുന്നുണ്ട്. ഈ ഒരു കളറിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഷുഗറൊക്കെ ക്യാരമൽ ചെയ്യുന്ന ആ ഒരു കളറിൽ നല്ല കട്ടിയായിട്ടാണ് ഇതിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മൾ ടോഫി മുട്ടായിയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിന്. അതിൽ നിന്നും ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് നല്ല തിളച്ച പാൽ ഒഴിക്കാം. നല്ല ചൂടുള്ള പാൽ തന്നെ ഒഴിക്കണം, എന്നാലേ ഈ ടോഫി നന്നായിട്ട് അലിഞ്ഞ് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് ഇത് അലിഞ്ഞിട്ടുണ്ട്. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 240 ml കപ്പിൽ 2.5 കപ്പ് മൈദ മാവ് അളന്നെടുത്തിട്ടുണ്ട്. 2 കിലോ കേക്കിൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് വയ്ക്കാം. മാവ് 3 പ്രാവശ്യം അരിച്ച് എടുക്കണം. കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുത്തിട്ട് വേണം കേക്ക് ഉണ്ടാക്കാൻ. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. മാവ് ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം അരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ ഒരു മോൾഡാണ് എടുത്തത്. അതിൽ താഴെയും സൈഡിലും ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിൽ 8 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഞാൻ 2 കപ്പ് ഷുഗർ പൗഡറും എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പൊടിച്ച ഷുഗർ പൗഡറാണ് എടുക്കാനായിട്ട്. നന്നായിട്ട് പൊടിഞ്ഞ് വരണം. ഇനി മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം മുട്ട മാത്രം ഒന്ന് ബീറ്റ് ചെയ്യാം. അതിനുശേഷം ഷുഗർ പൗഡർ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഓയിൽ ഒഴിച്ച ശേഷം ലോ സ്പീഡിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മാവ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. മാവ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്ന തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ മാവിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. സ്പാച്ചിൽ വെച്ച് ഫോൾഡ് ചെയ്തെടുക്കുകയേ ചെയ്യാവൂ. അല്ലെങ്കിൽ മാവ് താന്നു പോകും. കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആയവരാണെങ്കിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. മാവ് താന്നു പോകാതെ
ലോ സ്പീഡിലിട്ട് പതുക്കെ ബീറ്റ് ചെയ്തെടുക്കണം. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ മാവങ്ങ് താന്നു പോകും. അപ്പോൾ കേക്ക് ഹാർഡായി പോകും. മാവ് മുഴുവനും ഇട്ടിട്ട് ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിലും അവസാനം സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി അവസാനം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കണം. നമ്മൾ ടോഫി ചേർത്ത പാലാണിത്. 1/2 കപ്പ് പാലിൽ ടോഫി മിക്സ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത് OTGയിലല്ല, ഗ്യാസിലാണ്. ഗ്യാസിൽ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. മാവ് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മോൾഡിലേക്ക് ഒഴിക്കാം. പാത്രം നന്നായിട്ട് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. മാവ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം പാത്രത്തിലേക്ക് ഇറക്കി ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബേക്ക് ചെയ്യാനായിട്ട്. അതെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും കേക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം ബേക്ക് ചെയ്യണം. അടച്ച് ഒരു 1.25 മണിക്കൂർ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ 2 കിലോ കേക്ക് ആയതുകൊണ്ട് എനിക്ക് ഇത്രയും സമയം വേണ്ടി വന്നത്. 1.25 മണിക്കൂർ എടുത്തിട്ടുണ്ട്. കേക്ക് ബേക്കായോ നോക്കാം. നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. എടുത്ത് മാറ്റാം. ഇനി ഒരു പാത്രത്തിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ടാണിത്. കേക്ക് വെറ്റ് ചെയ്യാനായിട്ട്. അതിനായിട്ട് ഞാൻ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടോഫി മിക്സ് ചെയ്യാം. ടോഫി ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടോഫി നന്നായിട്ട് അലിഞ്ഞ് വരുന്നതുവരെ ഇളക്കിയ ശേഷം തണുപ്പിക്കാനായിട്ട് വയ്ക്കാം. തണുത്ത ശേഷം കേക്കിൽ വെറ്റ് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു പാത്രത്തിൽ ഞാൻ 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 കപ്പ് ചോക്ലേറ്റ് കട്ട് ചെയ്ത് ചേർക്കാം. ചോക്ലേറ്റ് എടുക്കുമ്പോൾ മിൽക്ക് കോമ്പൗണ്ടോ അല്ലെങ്കിൽ വൈറ്റ് കോമ്പൗണ്ടോ എടുക്കണം. വൈറ്റ് കോമ്പൗണ്ട് ആണെങ്കിൽ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് കളറായിട്ട് കിട്ടും. ഇതിപ്പോൾ മോന് ഈ ചോക്ലേറ്റാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അതിലേക്ക് ബാക്കിയുള്ള ടോഫി മുഴുവനും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 കിലോയുടെ കേക്ക് ആയതുകൊണ്ടാണ് 400 ഗ്രാം ഒരു പാക്കറ്റ് മിൽക്ക് മെയ്ഡ് മുഴുവനും ഇതിലേക്ക് ഇട്ടത്. 1 കിലോ കേക്കാണെങ്കിൽ 200 ഗ്രാം മതിയാകും. ബാക്കിയുള്ള ടോഫി മുഴുവനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുവാണ്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് കുറുകി വരും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുമ്പോൾ ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ടാണ് ബട്ടർ ചേർക്കുന്നത്. ബട്ടറും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്ന് കുറുകി വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പൊക്കത്തിലുള്ള കേക്കായിട്ടാണ് വന്നത്. ഇനി ഞാൻ ഒരു 2.5 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നട്ട്സ്, കപ്പലണ്ടിയാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. കപ്പലണ്ടിയും കുറച്ച് കാഷ്യൂസും ബദാമും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. കപ്പലണ്ടിയാണ് കൂടുതലായിട്ട് വേണ്ടത്. കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ കേക്കിനെ ഞാൻ 4 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല പൊക്കമുള്ള കേക്കായതുകൊണ്ട് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുവാണ്.
കേക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ടോഫി മിക്സ് തണുത്തപ്പോൾ ഈ ഒരു കട്ടിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും കട്ടിയെങ്കിലും വേണം കേക്കിൻ്റെ ലെയറിലൊഴിക്കാനായിട്ട്. ഈ ഒരു കട്ടിയിൽ വേണം കിട്ടാൻ. അതിൽ നിന്നും ഒരു 2-3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിൻ്റെ പകുതി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ക്രം കോട്ട് ചെയ്യുന്ന ആവശ്യത്തിനുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ഒരു ടോഫി മിക്സും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം വെച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ കേക്ക് വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച പാലും ടോഫിയും കൂടെ മിക്സ് ചെയ്തത് നന്നായിട്ട് തണുത്ത ശേഷം ഞാനൊരു ബോട്ടിലിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് നല്ലപോലെ വെറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ കേക്ക് വെറ്റ് ചെയ്തെടുക്കണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ക്രീം വയ്ക്കാം. ക്രീമും നന്നായിട്ട് തന്നെ വെച്ച് കൊടുക്കണം. ആവശ്യമുള്ള അത്രയും ക്രീം ആദ്യമേ തന്നെ വെച്ച് കൊടുക്കണം. അതാണ് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്യാനായിട്ട് എളുപ്പം, ഐസിങ് ചെയ്യാനായിട്ട് എളുപ്പം അതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ടോഫി മിക്സ് ഒഴിക്കാം. നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയാണ് കൂടുതലായിട്ട് വേണ്ടത്. നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. കപ്പലണ്ടി ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ കേക്കിന്. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കപ്പലണ്ടി കൂടുതലായിട്ട് ഇടുമ്പോൾ. നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ കേക്ക് വയ്ക്കാം. അതും നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം വയ്ക്കാം. അതിന് മുകളിലായിട്ട് ടോഫി മിക്സ് ഒഴിക്കാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നട്ട്സ് ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ ലെയറും അതുപോലെ ചെയ്യാം. മുഴുവൻ ലെയറും ഇതുപോലെ റെഡിയാക്കിയെടുക്കാം. ഏറ്റവും മുകളിലത്തെ ലെയറും വെച്ചിട്ട് അതിലും നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പിൻ്റെ അടിയിൽ കുറച്ച് കട്ടിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു, ടോഫിയുടെ ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കിയ ശേഷം ബാക്കി ഐസിങ് ചെയ്യണം. ഞാനിപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്നും വയ്ക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുവാണ്. മുകളിൽ ക്രീം വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ ക്രീം വെച്ച് കൊടുക്കണം, എന്നാൽ നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സൈഡിൽ നന്നായിട്ട് ക്രീം വെച്ച് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് ഒരു മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നല്ലപോലെ തണുത്ത കേക്കിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ, ഗണാഷ് ഒഴിക്കാൻ. നമ്മുടെ ടോഫി ഗണാഷ് നന്നായിട്ട് തണുത്ത കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് കോമ്പൗണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒഴിക്കുമ്പോൾ നല്ലൊരു ലൈറ്റ് കളറായിട്ട് കിട്ടും. കേക്കിൽ മുഴുവനും കവർ ചെയ്യുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം.
എന്നിട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എടുത്ത ശേഷം കുറച്ച് നട്ട്സ് ഇതിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ കപ്പലണ്ടി എടുത്തിട്ട് സൈഡിൽ താഴെ മാത്രം ഒരു വരി ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. സൈഡിൽ മുഴുവനും കപ്പലണ്ടി ഫില്ല് ചെയ്തെടുത്താലും മതി, അതും നല്ലൊരു ഭംഗിയാണ്. ഞാനിപ്പോൾ ഒരു വരി ഇതുപോലെ താഴെ മാത്രം ബോർഡർ പോലെ ചെയ്തതേ ഉള്ളൂ. ഞാൻ വീട്ടിലേക്ക് ആയതുകൊണ്ട് സിമ്പിളായിട്ടൊരു ഡെക്കറേഷനാണ് കൊടുത്തത്. എന്നിട്ട് ഇതുപോലൊരു ഡെക്കറേഷൻ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് മിൽക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ കപ്പിൽ വെച്ച ശേഷം അതിലൊഴിച്ചിട്ട് ചെയ്തെടുത്തതാണിത്. അതും കൂടെ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഞാൻ ഉള്ളിൽ കപ്പലണ്ടിയൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തതാണിത്. അതും കൂടെ വെച്ച് കൊടുക്കാം. ഇതിന് പകരം ടോഫി മുട്ടായിയോ മഞ്ച് ഷോർട്ട്സോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണം. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള അനുസരിച്ച് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് എനിക്കതൊന്നും കിട്ടിയില്ല, ഞാനിതാണ് ചെയ്തെടുത്തത്. ഇനി ഒരു റോളും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പേരും എഴുതണം. ഇത്രയാകുമ്പോൾ നമ്മുടെ കേക്ക് ഫിനിഷാവും. ഈ ഒരു മോഡലിൽ ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഞാൻ പേരെഴുതിയത്. നല്ല ഭംഗിയായിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.